ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ വീണ്ടും ഏതാണ്ട് വലിയ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. നമ്മൾ അനേകം മോഡലുകൾ ഡിസ്കസ് ചെയ്ത് അവസാനം ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൻ്റെ ഒരു അടിത്തറ നമ്മൾ പാകാൻ ശ്രമിക്കുകയാണ്. പറഞ്ഞു അത് പൂർണ്ണമായും ഉള്ള ഒരു എക്സ്പ്ലോറിങ് അത്ര എളുപ്പമല്ലെങ്കിലും അതിൽ നിന്ന് ചില അബ്സ്ട്രാക്റ്റുകൾ എടുത്ത് നമുക്ക് വേണ്ടത്, നിങ്ങളൊന്ന് ഓർക്കണം, നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനൊക്കെ എഴുതിയത് ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അവിടെ നിങ്ങൾ ഓർബിറ്റൽ എന്നോ ഷ്രോഡിഞ്ചർ ഇക്വേഷനൊന്നും പഠിക്കാതെ തന്നെ 1s 2s എന്നൊക്കെ എഴുതിപ്പോയി. വലിയ കാര്യമാണ്. അപ്പോൾ അത് വന്ന വഴി നമ്മളിനി പഠിക്കാൻ പോവുകയാണ്. ഓർബിറ്റലിൻ്റെ ഷെയ്പ്പ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഓർബിറ്റലിൻ്റെ ഷെയ്പ്പിനെ കുറിച്ചാണ്. ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ കഴിഞ്ഞ ദിവസം സൈയും സൈ സ്ക്വയറും പഠിച്ചായിരുന്നു അല്ലേ? നമ്മൾ പറഞ്ഞു സൈ നമുക്ക് പ്രധാനപ്പെട്ട ഒന്നും തരുന്നില്ല, വേവ് ഫംഗ്ഷനാണ്. എന്നാൽ സൈ സ്ക്വയർ പ്രോബബിലിറ്റി ഫംഗ്ഷൻ, ഇലക്ട്രോൺ ഡെൻസിറ്റി ഫംഗ്ഷൻ എഗെയിൻസ്റ്റ് ആർ റേഡിയസ് ദ ഫോളോയിങ് ഗ്രാഫ് വാസ് ഒബ്റ്റൈൻഡ്. ഈ ഗ്രാഫ് 1s-ൻ്റെയും 2s-ൻ്റെയും എങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതായത് ഇങ്ങനെ മാത്തമാറ്റിക്കലായ ചില ഫംഗ്ഷനിൽ നിന്നാണ് ഓർബിറ്റലുകളുടെ ഷെയ്പ്പ് ഗ്രാഫിക്കലായി ഡിറ്റർമിൻ ചെയ്തത് എന്ന് നിൻ്റെ മനസ്സിലോട്ടൊരാശയം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇത് പഠിക്കണേ. അപ്പോൾ പ്രോബബിലിറ്റി ഫംഗ്ഷൻ സൈ സ്ക്വയർ ഓഫ് 1s ഓർബിറ്റൽ എഗെയിൻസ്റ്റ് റേഡിയസാണ്. പെട്ടെന്ന് നിങ്ങൾ കാണുമ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം ഒന്ന് നോക്കിക്കുക, എന്നിട്ട് നമുക്ക് ഷേപ്പിലോട്ട് പോകാം. ഇത് റേഡിയസ് 0 ആണിത്. എന്താ റേഡിയസ് 0 എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസാണ് അല്ലേ? ഇത് ന്യൂക്ലിയസിൽ നിന്നും അകലുന്നു എന്നർത്ഥം. ഇങ്ങോട്ട് പോകുന്നത് ന്യൂക്ലിയസിൽ നിന്നും ഇലക്ട്രോൺ അകന്നുകൊണ്ടിരിക്കുക. ഇനി ഇതെന്താണ്? പ്രോബബിലിറ്റിയാണ്. എന്താ പ്രോബബിലിറ്റി? ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയുള്ള സ്ഥലത്തിൻ്റെ പേരാണ് ഈ സൈ സ്ക്വയർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നോക്കിക്കേ, ന്യൂക്ലിയസിൽ സൈ സ്ക്വയർ ഉണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ന്യൂക്ലിയസിൻ്റെ അടുത്ത് ആരില്ലെന്നർത്ഥം, ഇലക്ട്രോൺ ഇല്ല. എന്നാൽ ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും, നോക്കിക്കേ, ന്യൂക്ലിയസിൽ നിന്നും അകലും തോറും സൈ സ്ക്വയർ ഫംഗ്ഷൻ കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ കൂടി ഏതാണ്ട് ന്യൂക്ലിയസിൻ്റെ അടുത്ത് ഇലക്ട്രോണിനെ കാണാൻ ഏറ്റവും സാധ്യത കൂടിയ ഒരു സ്ഥലം ഇങ്ങനെയാണ് അല്ലേ? എന്നിട്ടത് ഇല്ലാതാകും. ഇതാണ് 1s ഓർബിറ്റൽ. ഇനി 2sലെ ഇനി എന്താ ഇതിൻ്റെ അർത്ഥം? ഞാൻ അതിൻ്റെ 1s ഓർബിറ്റലിൻ്റെ ഷേപ്പ് ഉണ്ടോ നോക്കാം. നോക്കിക്കേ, ഇത് വേറെ രീതി കൊടുത്താണ്. ഇലക്ട്രോൺ ഡെൻസിറ്റി, പ്രോബബിലിറ്റി, റേഡിയസ് എടുത്ത് വേറൊരു ഒറിജിനൽ ഗ്രാഫ് നോക്കി മനസ്സിലാക്കാം. ഇത് 1s-ൻ്റെ ആണ് ഈ കൊടുത്തേക്കണേ, 1s-ൻ്റെ ആണ്. നോക്കി, അതിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇത് അകത്ത് ന്യൂക്ലിയസ് പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി കൂടി അതങ്ങനെ കൂടി ലാസ്റ്റ് അത് കുറഞ്ഞു വരുന്നു. അങ്ങനെ കുറഞ്ഞു വരുന്നു അതുകൊണ്ടോ? അങ്ങനെ കൂടിയിട്ട് ലാസ്റ്റ് അത് കുറയുന്നു. എന്നാൽ ഇവിടെ ഇന്നില്ലായിട്ട് മാറും. ഇതാണ് 1s ഓർബിറ്റലിൻ്റെ. ഇനി 2s നോക്കിക്കേ. 2sൻ്റെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ ന്യൂക്ലിയസിൻ്റെ അടുത്ത് പ്രോബബിലിറ്റി കൂടി ലാസ്റ്റ് അകലും തോറും എന്ത് ചെയ്യുന്നു? കുറഞ്ഞ് ലാസ്റ്റ് 0-യിൽ മുട്ടുന്നു. ഇവിടെ 0-യിൽ മുട്ടി തീരുക. ഇവിടെ 0-യിൽ മുട്ടിയിട്ട് പിന്നെയും അല്പം കൂടുന്നത്, പിന്നെയും കുറഞ്ഞ് 0-യിൽ മുട്ടുന്നു. ഇവിടെ കിട്ടിയോ? എന്താ അതിൻ്റെ അർത്ഥം? നോക്കിക്കേ, ഇതാ 2sൻ്റെ കൊടുത്താണ് ഈ യെല്ലോ ലൈൻ. 2sൻ്റെത് ഒന്നുകൂടി ഇത് 0 ആകുന്നു, വീണ്ടും കൂടുന്നു, ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ അർത്ഥം നോക്കിക്കേ, ഇവിടെ ന്യൂക്ലിയസിൻ്റെ അടുത്ത് ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയുള്ളൊരു വലിയ ഏരിയ ഉണ്ട്. ആ ഏരിയ കഴിഞ്ഞ് പെട്ടെന്ന് എന്തായിപ്പോയത്? ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് മാത്തമാറ്റിക്കലായിട്ടൊരു ഇക്വേഷൻ വഴിയാണ്. അപ്പോൾ ഇവിടെ 0-യാണ്. ഈ വെളുത്തൊരു കാന പോലെ കണ്ടോ? അവിടെ ഇലക്ട്രോൺ ഇല്ല. ഇത് നമ്മൾ പേര് പറയും ഇങ്ങനെ ഓർബിറ്റലിൻ്റെ അകത്ത് തന്നെ ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലം. അതിൻ്റെ പേരാണ് നോഡൽ പ്ലെയിൻ അല്ലെങ്കിൽ നോഡൽ സർഫസ് എന്നൊക്കെ വിളിക്കും. നോഡൽ, നോ പ്രോബബിലിറ്റി റീജിയൻ. അത് കഴിഞ്ഞ് വീണ്ടും കൂടുന്നു, പിന്നെ കുറഞ്ഞ് ഇല്ലാതാവും. ഇതാ. ഇനി ഇത് 3s-ൻ്റെ ഈ ബ്ലൂ കൊടുത്തതാണ്. നോക്കിക്കേ, 3s-ന് എങ്ങനെയാണെന്ന് നോക്കിക്കേ. 3s-ന് എത്ര നോഡലാണോ നോക്കിക്കേ. ഏറ്റവും ചെറുത് 1 വന്നു, 0 ആയി, വീണ്ടും 1 കൂടിയിട്ട് 0 ആയി, പിന്നെ അങ്ങ് പോയി ലാസ്റ്റ് ഇല്ലാതാവും. നോക്കി, അതിൻ്റെ അർത്ഥം 2 നോഡൽ സർഫസ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ നോക്കിയേ, 1s-ന് നോഡൽ സർഫസ് ഇല്ല, 2s-ന് ഒരു നോഡൽ സർഫസ്, 3s-നോ 2 നോഡൽ സർഫസ്. എന്താ അതിൻ്റെ അർത്ഥം? ഒരു ns ഓർബിറ്റൽ, ഏത് ns, അത് 5s ആണെങ്കിൽ എത്ര നോഡൽ സർഫസ് കാണും? 4 എണ്ണം കാണും. n-1 നമ്പർ ഓഫ് നോഡൽ സർഫസ് കാണും. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് 1s ഉം 2s ഉം മാത്രമേ ഇങ്ങനെ ഈ ഗ്രാഫ് ഒന്ന് ഓർത്തിരുന്നോണം. ചിലപ്പോൾ ചോദിക്കാം. ദ
ഇതിൻ്റെ പേരെന്താണ്? റേഡിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവുകൾ എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഗ്രാഫ് എന്ന് ചോദിക്കാറുണ്ട്, ഇലക്ട്രോൺ ഡെൻസിറ്റി ഗ്രാഫ് എന്ന് ചോദിക്കാറുണ്ട് ഓഫ് 1s and 2s ഓർബിറ്റൽ കേട്ടോ. അതിൽ നിന്ന് അങ്ങനത്തെ ഗ്രാഫ് വരച്ചിട്ടാണ് ഓർബിറ്റലിൻ്റെ ഷേപ്പിലോട്ട് വന്നത്. ഇനി അത് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഞാൻ ഉണ്ടോ, ഇത് നോഡൽ സർഫസ് ഒന്നും കാണിച്ചിട്ടില്ല. 1s എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ കൂടുന്നത്, ഇത് എന്നിൻ്റെ വാല്യൂ ആണ് 1s, ഇത് 2s, n = 2, ഇത് n = 3. എന്നിൻ്റെ വാല്യൂ കൂടുന്തോറും ഇലക്ട്രോണിൻ്റെ ഷേപ്പ്, ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. 1s വലുതാണ് 2s, 2s വലുതാണ് 3s. ഇത്രയൊന്നും നിങ്ങളുടെ പുസ്തകത്തിലില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ നെറ്റിൽ നോക്കാൻ. ഓൺ ബോത്ത് കേസസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഡിക്രീസസ് ആസ് വി മൂവ് അവേ ഫ്രം ദ ന്യൂക്ലിയസ്. But in 2s, there is an increase in the electron density and then again decrease. The region where the probability of finding electron is 0 is called nodes. Nodes അല്ലെങ്കിൽ nodal surface നിങ്ങൾ പുസ്തകത്തിൽ കാണും nodes. Nodes can be calculated using the equation n-1. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. Shape of orbitals are represented by boundary surface diagram. Boundary surface diagram. Shape. അപ്പോൾ എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്താണ്? ലൈക്ക് ദാറ്റ് ഓഫ് എ സ്പിയർ അല്ലെങ്കിൽ സ്പെറിക്കൽ ഷേപ്പാണ്. സ്പെറിക്കൽ ഷേപ്പ് ഇങ്ങനെ വരച്ചിട്ടാണ് എസിൻ്റെയും പിയുടെയും ഡിയുടെയും ഒക്കെ ഷേപ്പ് പഠിക്കുന്നത്. നിങ്ങളുടെ പുസ്തകം കൂടി നിങ്ങളൊന്ന് നോക്കണം. നമ്മളിനി പിയുടെ ഷേപ്പിലേക്ക് പോകും. അപ്പോൾ എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്താണ്? സ്പെറിക്കൽ ഷേപ്പ്. ഇനി റെപ്രസെൻറ്റേഷൻ ഓഫ് പി ഓർബിറ്റൽസ്. പി ഓർബിറ്റൽസ് നമുക്കിപ്പോൾ ഒരു ക്ലാസ് റൂമിലായതുകൊണ്ടെങ്കിൽ ബോർഡൊക്കെ ഉപയോഗിക്കാം. പിയെ കുറിച്ച് നിങ്ങൾ മനസ്സിലിങ്ങനെ ഓർത്തിക്കേ. പി ഓർബിറ്റൽ ആകണമെങ്കിൽ എന്നിൻ്റെ വാല്യൂ ഏതായിരിക്കണം? അല്ല, എല്ലിൻ്റെ വാല്യൂ 0 ആകുമ്പോഴാണ് എസ് ഓർബിറ്റൽ. എല്ലിൻ്റെ വാല്യൂ 1 ആകുമ്പോഴാണ് പി. എല്ലിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ എത്ര ഡിറക്ഷൻ ഉണ്ട്? എത്ര എം വാല്യൂ ഉണ്ട്? -1, 0, 1. അതിൻ്റെ അർത്ഥം എന്താണ്? പി ഓർബിറ്റലിന് 3 ഡിറക്ഷൻ ഉണ്ട്. വീഡിയോ പി എക്സ്, പി വൈ, പി ഇസഡ്. പി എക്സ്, പി വൈ. ഇതിൻ്റെ അർത്ഥം തന്നെ ഡംബൽ ഷേപ്പാണ്. ഡംബൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ഡംബൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബലൂൺ വീർപ്പിച്ചിട്ട് കെട്ടി നിൽക്കുന്നത് പോലെ എക്സ് ആക്സിസിൽ കൂടി അത് വരച്ചാൽ, നിങ്ങൾ ഈ ടൈപ്പ് ഫിഗർ വരയ്ക്കണമെന്നില്ല, നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തേക്കുന്ന ഫിഗർ വരച്ചാൽ മതി കേട്ടോ. ഇതൊരു 3 ഡയമെൻഷനിലായിട്ട് വരയ്ക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നേ ഉള്ളൂ. എക്സ് ആക്സിസിൽ കൂടി വരയ്ക്കുമ്പോൾ അത് പി എക്സ്, വൈ ആക്സിസിൽ കൂടി വരയ്ക്കുമ്പോൾ അത് പി വൈ, ഇസഡ് ആക്സിസിൽ കൂടി വരയ്ക്കുമ്പോൾ അത് പി ഇസഡ്. 3ൻ്റെയും ഷേപ്പ് ഒന്നാണ്, 3 ഡിറക്ഷൻ. അപ്പോൾ പി ഓർബിറ്റൽ ഒരുപോലെയുള്ള 3 ഓർബിറ്റലുണ്ട്, എക്സ്, വൈ, ഇസഡ്. ഇനി നിങ്ങൾക്ക് ഡിയും പഠിക്കാനുണ്ട്, എസും പിയും ഡിയും. അപ്പോൾ നോക്കിയേ, പിക്ക് കൊണ്ട് നോഡൽ പ്ലെയിൻ ഉണ്ടോ? ഇത് നോഡൽ പ്ലെയിനാണ്, ഇലക്ട്രോൺ ഇല്ലാത്തൊരു റീജിയൻ. ഇവിടെയൊക്കെ ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയുണ്ട്, ഇലക്ട്രോൺ ഇല്ലാത്തൊരു പ്ലെയിൻ ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. ഡി എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിക്കേ. അത് മനസ്സിലാക്കണമെങ്കിൽ ഡി എപ്പോഴാണ് വന്നെ? എല്ലിൻ്റെ വാല്യൂ 2 ആകുമ്പോഴാണ് അല്ലേ? എല്ലിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ എത്ര ഡിറക്ഷൻ ഉണ്ടെന്ന് നോക്കിക്കേ. -2 എണ്ണിക്ക് 1, -1 2, 0, 1, 2. ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്, 5 ഡിറക്ഷൻ ഉണ്ട്. ഇനി ഡി ഓർബിറ്റലിൻ്റെ ഷേപ്പ് പ്രത്യേകം ഒന്ന് വരച്ച് പഠിക്കണം. ഡി ഓർബിറ്റലിൻ്റെ ഷേപ്പ് ഡബിൾ ഡംബൽ. എന്താ ഡബിൾ ഡംബൽ? 2 ഡംബലിൽ ക്രോസ് ചെയ്തേക്കുക, ഒന്ന് ഇങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട്. കണ്ടോ? ഈ 5 എണ്ണത്തിൽ 2 ടൈപ്പ് ഉണ്ട്. നോക്കിക്കേ, ഈ 3 എണ്ണത്തിൻ്റെ പേര് ഒന്ന് ശ്രദ്ധിച്ചേ. ഡി എക്സ് വൈ, ഡി എക്സ് ഇസഡ്, ഡി വൈ ഇസഡ്. ഡി എക്സ് വൈ, ഡി എക്സ് ഇസഡ്, ഡി വൈ ഇസഡ്. എന്നതിൻ്റെ അർത്ഥം 3ഉം നോൺ സ്ക്വയർഡാണ്, സ്ക്വയർ ആയിട്ടൊന്നുമില്ല. എന്നാൽ മറ്റ് 2 എണ്ണം സ്ക്വയർഡാണ്. ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ, അതിൻ്റെ പേര് എങ്ങനെയാണ്? ഡി എക്സ് സ്ക്വയർ മൈനസ് അല്ല കേട്ടോ, ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ, ഡി ഇസഡ് സ്ക്വയർ. ഇസഡ് സ്ക്വയറിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്, ബാക്കിയെല്ലാം ഡബിൾ ഡംബൽ ഷേപ്പാണ്. നോക്കിക്കേ. ഇനി വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ നോൺ സ്ക്വയർഡായ, നേരത്തെ സ്ക്വയർഡ് അല്ലാത്ത 3 എണ്ണം വരയ്ക്കേണ്ടത് ബിറ്റ്വീൻ ദി ആക്സിസ് ആണ്. നോക്കി, ആക്സിസ് ഇങ്ങനെ പോകുന്നു, ആക്സിസിൻ്റെ ഇടയിലൂടെയാണ് വരയ്ക്കേണ്ടത്. നിങ്ങൾ പുസ്തകത്തിലെ ഫിഗർ വരച്ചാൽ മതി കേട്ടോ. ഇത് 3ഉം വരയ്ക്കേണ്ടത് ബിറ്റ്വീൻ ദി ആക്സിസ് ആണ്. എന്നാൽ സ്ക്വയർഡ് ആയിട്ട് വരയ്ക്കേണ്ടതോ ആക്സിസിൽ കൂടിയും വരയ്ക്കണം, ആക്സിസിൽ കൂടി വരയ്ക്കണം. ഇനി ഡി ഇസഡ് സ്ക്വയർ മാത്രം ശ്രദ്ധിക്കേണ്ടത്
അത് ഒരു ഡംബെല്ലും അതിൻ്റെ നടുക്ക്, അതായത് ഒരു 2 ബലൂൺ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയിട്ട് നടുക്കൊരു CD ഡിസ്ക് വെച്ചേക്കുന്ന പോലെ ഇലക്ട്രോണിൻ്റെ ഒരു ക്ലൗഡ് ഇങ്ങനെ നടുക്ക്. ഇതാണ് dz². അതും വരയ്ക്കുന്നത് z ആക്സിസിൽ കൂടി വരയ്ക്കണം. ഓർത്തിരിക്കണം, ഇപ്പോഴേ ഓർത്തിരിക്കണം, പരീക്ഷയ്ക്ക് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. d ഓർബിറ്റിൽ വരയ്ക്കാൻ ചോദിച്ചാൽ മൊത്തം d ഓർബിറ്റ് 5 എണ്ണം ഉണ്ട്. പേരെന്താണ്? dxy, dxz, dyz, dx², y², dz². അപ്പോൾ 2 എണ്ണം സ്ക്വയർ ഉള്ളതും 3 എണ്ണം സ്ക്വയർ ഇല്ലാത്തതും. സ്ക്വയർ അല്ലാത്തത് അല്ലെങ്കിൽ നോൺ സ്ക്വയർഡ് ആയത് വരയ്ക്കേണ്ടത് ബിറ്റ്വീൻ ദി ആക്സിസും സ്ക്വയർഡ് ആയത് വരയ്ക്കേണ്ടത് ത്രൂ ദി ആക്സിസുമാണ്. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. നിങ്ങൾക്കറിയാം എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന്, അല്ലേ? എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളെ ഡിഫറൻ്റ് ഓർബിറ്റലുകളിൽ വിന്യസിക്കുന്ന, ക്രമീകരിക്കുന്ന രീതി. ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഡിഫറൻ്റ് ഓർബിറ്റൽസ് ഓഫ് ആൻ ആറ്റം ഈസ് നോൺ ആസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫോളോ ചെയ്യുന്ന 3 പ്രധാന റൂളുകൾ കൂടി പഠിച്ചാൽ ഈ ചാപ്റ്റർ തീരും. നമുക്കത് നിങ്ങൾ തീർക്കാം. എന്താണ് അതിൽ? ഇത് നിങ്ങൾ ഓൾറെഡി സ്കൂളിൽ പഠിച്ചതാണ്. ഔഫ്ബൗ പ്രിൻസിപ്പിൾ. ഔഫ്ബൗ ഒരാളുടെ പേരല്ല. ദ വേർഡ് ഔഫ്ബൗ ഒരു ജർമ്മൻ വേർഡാണ്. ഇറ്റ് മീൻസ് ടു ബിൽഡ് അപ്പ്, സ്റ്റെപ്പ് അപ്പ് എന്നൊക്കെ അർത്ഥം. നിങ്ങൾ ഓർക്കുന്നോ, നിങ്ങൾ സ്കൂളിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയപ്പോൾ 1s2, 2s2, അല്ലേ, 2p, 3s എന്ന് എഴുതിയപ്പോഴല്ലേ? എന്തുകൊണ്ടാണ് 1s കഴിഞ്ഞ് 2s വന്നത്? അതൊരു ഔഫ്ബൗ ഓർഡറാണ്. അത് ആ ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിനാണ് ഔഫ്ബൗ എന്ന് പറയുന്നത്. ആ പ്രിൻസിപ്പിൾ എന്താ പറയണേ? ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ദി ആറ്റം ദി ഓർബിറ്റൽസ് ആർ ഫിൽഡ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി. ഇതാണ് ഔഫ്ബൗ പ്രിൻസിപ്പിൾ പറയുന്നത്. എന്ത്? ഇലക്ട്രോൺസ് ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ് എന്ന് പറയുന്നതാണ് ഔഫ്ബൗ പ്രിൻസിപ്പിൾ. ദ പ്രിൻസിപ്പിൾ മീൻസ് ദാറ്റ് ഇലക്ട്രോൺസ് ഫസ്റ്റ് ഓക്യുപ്പൈ ദ ലോവസ്റ്റ് എനർജി ഓർബിറ്റൽ അവൈലബിൾ ടു ദം ആൻഡ് എൻ്റർ ഇൻ ടു ഹയർ എനർജി ഓർബിറ്റൽസ് only after the lower energy are filled. അതായത് എനർജി കുറഞ്ഞ ഓർബിറ്റിൽ നിറഞ്ഞതിന് ശേഷമേ എനർജി കൂടിയത് നിറയുള്ളൂ. ഇതാണ് നിയമം. ഇതിൻ്റെ പേരാണ് ഔഫ്ബൗ പ്രിൻസിപ്പിൾ. ഇത് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. നിങ്ങൾ 10ലൊക്കെ പഠിച്ച് കാണും. എസ് എല്ലാം കൂടെ താഴെ 1s, 2s, 3s ഉണ്ടോ, എല്ലാം എഴുതുക. 1sന് ഒന്നാമത്തെ ലെവൽ ഒരു ഓർബിറ്റിലേ ഉള്ളൂ. രണ്ടാമത്തെ ലെവലിൽ 2s, 2p ഉണ്ട്. p എല്ലാം കൂടെ താഴെ എഴുതുക. മൂന്നാമത്തെ ലെവലിൽ 3 എണ്ണം 3d, d എല്ലാം കൂടെ താഴെ എഴുതുക. തീർന്നു. 4ാമത്തെ ലെവലിൽ 4 എണ്ണം. നിങ്ങൾക്ക് d വരെ ഫില്ല് ചെയ്യാൻ ചോദിക്കുകയുള്ളൂ കേട്ടോ. d വരെ ചോദിക്കുകയുള്ളൂ. ഇങ്ങനെ എഴുതുക. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് മാത്രം ആരെ വിടുക. 1s കഴിഞ്ഞ് 2s, 2s കഴിഞ്ഞ് 2p, 3s, അത് കഴിഞ്ഞ് 3p ഉണ്ടോ. 3p കഴിഞ്ഞിട്ടേ ആര് ഫില്ല് ചെയ്യുള്ളൂ? 4s കഴിഞ്ഞ് ആര് പോവുള്ളൂ? 3d പോവുള്ളൂ. അതായത് 3p കഴിഞ്ഞ് 3dയിലേക്ക് പോയില്ല. 3p കഴിഞ്ഞ് 4s കഴിഞ്ഞ് 3dയിലേക്ക് വരുള്ളൂ. അത് ഓർത്തിരിക്കണം. ഇതാണ് ഔഫ്ബൗ ഓർഡർ. ഒരു ഓർബിറ്റൽ സാന്ദ്രത എനർജി ഇത് കാണിച്ചേക്കുന്നതാണ്. എനർജി നോക്കിക്കേ. എനർജി മുകളിലോട്ട് 1s, 2s, 2p വരെ കുഴപ്പമില്ല. 3s കഴിഞ്ഞ് 3p കഴിഞ്ഞ് 3dയിലേക്ക് അല്ല പോണത് കഴിഞ്ഞാലാണ് 4s. ഇങ്ങനെ വരുന്നത് കാണിക്കുന്നു. മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഗ്രാഫ് പോലെ തന്നേക്കണം കേട്ടോ. ദി ഓർഡർ ഇൻ വിച്ച് ദ എനർജി ഓഫ് ദ ഓർബിറ്റൽസ് ഇൻക്രീസ് ആൻഡ് ഹെൻസ് ദ ഓർഡർ ഇൻ വിച്ച് ദ ഓർബിറ്റൽസ് ആർ ഫിൽഡ് ഈസ് ആസ് ഫോളോസ്. 1s, 2s, 2p, 3s, 3p, 3. അതാണ് ഓഫ് ഓർഡർ. ദ ലോവർ ദ വാല്യൂ ഓഫ് n പ്ലസ് എൽ ഫോർ എൻ ഓർബിറ്റൽ ദ ലോവർ ഈസ് ഇസ് എനർജി. അതായത് നിങ്ങൾ ചോദിക്കുകയാണ് ഇപ്പം എന്തുകൊണ്ടാണ് ഇത് നമുക്ക് കുഴപ്പമില്ല. 1, 2, 2p, 3s, 3p. 3p കഴിഞ്ഞ് എന്തുകൊണ്ട് 4s വന്നു, എന്തുകൊണ്ട് 3d വന്നില്ല എന്ന് ചോദിച്ചാൽ ഇത് കണ്ടുപിടിക്കുന്നത് ഈ ഔഫ്ബൗ ഇത് കണ്ടുപിടിച്ചേക്കുന്നത് ഈ നിയമം വെച്ച്. ഏത് നിയമം വെച്ച്? n പ്ലസ് എൽ വാല്യൂ വെച്ചാണ്. ലോവർ ദ വാല്യൂ ഓഫ് n പ്ലസ് എൽ. ലോവർ ദ വാല്യൂ, അതായത് 1s, 2s, 2p, 3s, 3p വരെ കുഴപ്പമില്ല. 3p കഴിഞ്ഞ് എന്തുകൊണ്ടാണ് 4s വന്നേ എന്ന് സ്വാഭാവികമായി നമ്മുടെ മനസ്സിലൊരു സംശയം വരാം, അല്ലേ? അത് മനസ്സിലാക്കാൻ ഈ നിയമം നോക്കണം. n പ്ലസ് എൽ റൂളാണ്. എന്താ n പ്ലസ്? നിങ്ങൾ ഓരോന്നിൻ്റെ ഇപ്പോൾ 3p ഇവിടെ 3p എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താണ്? എന്നിൻ്റെ വാല്യൂ 3. p ആണ് ഓർബിറ്റൽ. p ഓർബിറ്റലാകുമ്പോൾ എല്ലിൻ്റെ വാല്യൂ എന്താണ്?
പി ഓർബിറ്റലാകുമ്പോൾ എല്ലിൻ്റെ വാല്യൂ അല്ലെങ്കിൽ എല്ലിന് ഏത് വാല്യൂ ഉള്ളപ്പോഴാണ് പി കിട്ടണത്? എല്ലിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ എസ് ആണ്, എല്ലിൻ്റെ വാല്യൂ 1 ആകുമ്പോഴാണ്. അപ്പോൾ 3p എന്ന ഓർബിറ്റലിൻ്റെ n+l വാല്യൂ എത്രയാണ്? 3, എന്നിൻ്റെ വാല്യൂ 3, എല്ലിൻ്റെ വാല്യൂ 1, അപ്പോൾ 4 അല്ലേ? 4 + 1 4. എന്നാൽ 4s-നോ ഇത് 4 ആണ്, എസിൻ്റെ വാല്യൂ 0 ആണ്. അതിൻ്റെ അപ്പം എന്തായിരിക്കും? 4 + 0 ആണ്. അപ്പോൾ രണ്ടിൻ്റെയും n+l വാല്യൂ എത്രയാണ്? സെയിമാണ്. അങ്ങനെ വരുമ്പോൾ നോക്കിക്കേ, ഈ 2 orbitals have the same value of n+l, the orbital with the lower value of n will have lower energy. അങ്ങനെ വരുമ്പോൾ n+l വാല്യൂ ഈക്വൽ ആയിട്ട് വന്നാൽ n വാല്യൂ കുറഞ്ഞതായിരിക്കും എനർജി കുറവ്. അതുകൊണ്ടാണ് 3p ആദ്യം, അല്ല 4s നമ്മളെന്താ നോക്കിയത്? 4s 3d അല്ലേ? 4sൻ്റെ വാല്യൂ 4ഉം 3d ആകുമ്പോഴോ 3 + d ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 2 അല്ലേ? ഇത് 5 ആണ്, ഇത് 5ഉം ഇത് 4ഉം ആണ്. അതുകൊണ്ടാണ് n+l വാല്യൂ ഏതിനാണോ കുറവ് അതായിരിക്കും ആദ്യം ഫില്ല് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇങ്ങനെ നോക്കി, അത് തെറ്റാണ്. 4s എന്തുകൊണ്ട് ആദ്യം വന്നു എന്നാ അല്ലേ? 4s ആദ്യം വരാൻ കാരണം n+l വാല്യൂ 4sൻ്റെത് 4 ആണ്, ഇതിൻ്റെതോ 5 ആണ്. n+l വാല്യൂ കുറഞ്ഞത് വേണം ആദ്യം ഫില്ല് ചെയ്യാൻ, അതുകൊണ്ട് 4s ആദ്യം ഫില്ല് ചെയ്യും. എന്നാൽ ചില കേസിൽ ഇത് രണ്ടും സെയിം ആവാം. സെയിം ആയിട്ട് വന്നാൽ, അല്ല ഇത് നോക്കിയത് 3pയും 4sഉം എടുത്താൽ രണ്ടിൻ്റെയും n+l വാല്യൂ സെയിമാണ്. അപ്പോൾ ആദ്യം ആരെ ഫില്ല് ചെയ്യണം? അങ്ങനെ വരുമ്പോൾ ലോവർ വാല്യൂ ഓഫ് n ഉള്ളതായിരിക്കും ആദ്യം ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ 3p ആദ്യം ഫില്ല് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഓരോ ഓർബിറ്റലിൻ്റെയും കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് കേട്ടോ. ഇനി മെനി ഇലക്ട്രോൺ സ്പിൻ ആൻഡ് പൗളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ എന്തിനെക്കുറിച്ചാണ് പഠിക്കണേ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ സ്വാധീനിക്കുന്ന പ്രധാന നിയമങ്ങളിൽ ഒന്നാണ് ഔഫ്ബൗ പ്രിൻസിപ്പിൾ. നമ്മൾ കണ്ടു. എന്താ പ്രിൻസിപ്പിൾ പറയണേ? ഇലക്ട്രോൺ ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി. അതെങ്ങനെ കണ്ടുപിടിക്കും? n+l റൂൾ വെച്ച് കണ്ടുപിടിക്കാം. എങ്ങനെ n+l വാല്യൂ? 2 ഓർബിറ്റിൽ തന്നാൽ ഏതിൻ്റെ n+l വാല്യൂ ആണോ കുറവ് അതായിരിക്കും എനർജിയിൽ കുറവ്, അവിടെ ആയിരിക്കും ആദ്യം ഫില്ല് ചെയ്യണത്. രണ്ടാമത് ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു പ്രിൻസിപ്പിളാണ് പൗളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇത് പൗളി എന്ന് പറയുന്ന ഒരു പേരാണ്, സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് പൗളീസ്. എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, എക്സ്ക്ലൂഡ് ചെയ്യുക, മാറ്റി നിർത്തുക. ഒരു ഓർബിറ്റലിൽ നിന്നും മൂന്നാമതൊരു ഇലക്ട്രോണിനെ മാറ്റി നിർത്തേണ്ടി വരുന്നത് ഈ പ്രിൻസിപ്പിളിൻ്റെ ഇമ്പാക്റ്റാണ്. അതായത് നമ്മൾ ഓൾറെഡി കണ്ടു, നമ്മൾ സ്പിൻ ക്വാണ്ടം നമ്പർ കണ്ടു ഒരു ഓർബിറ്റലിലുള്ള 2 ഇലക്ട്രോണുകളുടെ സ്പിൻ എങ്ങനെയായിരിക്കും? ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. നോക്കിക്കേ, ഇപ്പോൾ ഒരു ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺ സ്പിൻ, ഇതാണ് അതിൻ്റെ അർത്ഥം. ഒരു ഇലക്ട്രോൺ ഇങ്ങനെയാണ് സ്പിൻ, ക്ലോക്ക് വൈസ് ആണ് സ്പിൻ ചെയ്യണമെങ്കിൽ മറ്റേ ഇലക്ട്രോൺ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും സ്പിൻ ചെയ്യണത്. ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ പ്രിൻസിപ്പിളിലേക്ക് കിടക്കാൻ. എന്താണ് ഈ പ്രിൻസിപ്പിൾ പറയണത്? ഈ പ്രിൻസിപ്പിൾ പറയുന്നത് ഇതാണ്: നോ 2 ഇലക്ട്രോൺസ് ക്യാൻ ഹാവ് ദ സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ്. നോ 2 ഇലക്ട്രോൺസ് ക്യാൻ ഹാവ് ദ സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ്. അതായത് ഒരു ആറ്റത്തിൻ്റെ ഓർബിറ്റലിലുള്ള 2 ഇലക്ട്രോണുകളുടെ 4 ക്വാണ്ടം നമ്പറും ഒരുപോലെ ആകാൻ പറ്റിയില്ല. അതാണ് ഏറ്റവും ബ്രീഫായി പറഞ്ഞാൽ. എങ്ങനെ? എൻ്റെ അർത്ഥം എന്നാ? അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. സിൻസ് ഇലക്ട്രോൺ സ്പിൻ ഈസ് ക്വാണ്ടൈസ്ഡ് വി ഡിഫൈൻ, അത് ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോണേ ഉള്ളുവെങ്കിൽ അവയുടെ സ്പിൻ എങ്ങനെയായിരിക്കണമെന്ന്? ഓപ്പോസിറ്റ് ആയിരിക്കണം. ഒന്ന് ക്ലോക്ക് വൈസ് ആണെങ്കിൽ മറ്റേത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ മൂന്നാമതൊരു ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. മൂന്നാമതൊരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്പിൻ ഒന്നുകിൽ ക്ലോക്ക് ആയിരിക്കണം അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 2 ഇലക്ട്രോണിൻ്റെ സ്പിൻ ഒരുപോലെ ആകിയല്ലേ? അത് പറ്റിയല്ല. അതിൻ്റെ അർത്ഥം ഈ പ്രിൻസിപ്പിൾ വഴി മൂന്നാമതൊരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റലിൽ ഇല്ല. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് നോൺ ആസ് പൗളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അത് പല ആംഗിളിൽ ചോദിക്കാം. ദ 2 ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റൽ ഹാവ് ഓപ്പോസിറ്റ് സ്പിൻ. ഇറ്റ് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് വിച്ച് പ്രിൻസിപ്പിൾ? അല്ലെങ്കിൽ ദ പ്രിൻസിപ്പിൾ ദാറ്റ് എക്സ്ക്ലൂഡ് എ 3rd ഇലക്ട്രോൺ ഫ്രം ആൻ ഓർബിറ്റൽ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ പൗളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളാണ് കേട്ടോ. മൂന്നാമത്തേതും അവസാനത്തേതുമായ നിയമം
ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അവസാനത്തെ നിയമം ഇതാണ്. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി അല്ലെങ്കിൽ ഹൺസ് റൂൾ. എന്താണ് ഈ നിയമം പറയുന്നത്? ഈ നിയമത്തിൻ്റെ രത്ന ചുരുക്കം ഇത്രയേ ഉള്ളൂ. നിനക്ക് ഒരേ എനർജി ഉള്ള ഒന്നിലധികം ഓർബിറ്റലുകൾ ഉണ്ടെങ്കിൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നിനക്ക് 1s ഓർബിറ്റലാണ് ഫില്ല് ചെയ്യേണ്ടത്. 1s ഒരു ഓർബിറ്റലല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ ഈ നിയമമില്ല. 2s ഈ നിയമമില്ല. എന്നാൽ 2pയിലേക്ക് വരുമ്പോൾ എത്ര എണ്ണം ഉണ്ട്? 2px ഉണ്ട്, y ഉണ്ട്, z ഉണ്ട്. ഒരേ എനർജി ഉള്ള 3 ഓർബിറ്റലുണ്ട്. ഇവിടെ ഇലക്ട്രോണിനെ എങ്ങനെ ഫില്ല് ചെയ്യണം? ഇലക്ട്രോണിനെ 3 ഓർബിറ്റൽ ഉള്ളപ്പോൾ ഓരോ ഇലക്ട്രോൺ വെച്ച് കൊടുത്തിട്ടേ ഇലക്ട്രോണുകളെ പെയർ ചെയ്യാവുള്ളൂ. അതാണ് ഈ തിയറിയുടെ രത്ന ചുരുക്കം. ഇലക്ട്രോൺസ് ആർ സിംഗിളി ഓക്യുപ്പൈഡ് ബിഫോർ പെയറിംഗ് സ്റ്റാർട്ട്സ്. പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ഇൻ ഓർബിറ്റൽസ് belonging to the same subshell does not take place until each orbital belonging to that subshell has got one electron. That is, electron is singly occupied. അത് ഈ തിയറി ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോൺസ് ആർ സിംഗിളി ഓക്യുപ്പൈഡ് ബിഫോർ പെയറിംഗ് സ്റ്റാർട്ട്സ്. ഇനി നിങ്ങൾ സ്കൂളിൽ പഠിച്ച ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഔഫ്ബോവ് ഓർഡർ അനുസരിച്ച് കുറച്ച് ചെയ്തു നോക്കണം. നിങ്ങൾ സ്കൂളിൽ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ചില പ്രത്യേകതയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട്. ക്രോമിയം 24, കോപ്പർ 29 അല്ലേ? അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ടാവും. ക്രോമിയത്തിൻ്റേത് 3D 1s2 മുതൽ എഴുതി വന്നാൽ 3d5 4s1 എന്നും, ഇത് 3d10 4s1 എന്നും. ശരിക്കും 4s2 ആകണമായിരുന്നു. ഇവിടെയും 4s2 ആകണമായിരുന്നു. എന്നാൽ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകുന്നു. ഇതിൻ്റെ അർത്ഥം എന്താ? ഇത് ഹാഫ് ഫീൽഡാണ്. ഡിയിൽ 5 എണ്ണം ഉണ്ടല്ലേ? 5ലും ഓരോ ഇലക്ട്രോണിനെ കൊടുക്കുമ്പോൾ ഇത് ഹാഫ് ഫീൽഡാണ്, ഇതും ഹാഫ് ഫീൽഡാണ്. ഇതോ 5 എണ്ണത്തിലും 2 എണ്ണം വെച്ചിട്ടപ്പോൾ കംപ്ലീറ്റ്ലി ഫീൽഡാണ്, ഇത് ഹാഫ് ഫീൽഡുമാണ്. അപ്പോൾ എവിടെയെങ്കിലും കംപ്ലീറ്റ്ലി ഫീൽഡും ഹാഫ് ഫീൽഡും ആകുന്ന കേസിൽ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഈ ആറ്റത്തിന് കിട്ടുന്നു. കംപ്ലീറ്റ്ലിയും ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷൻ വരുമ്പോൾ ആറ്റങ്ങൾ കൂടുതൽ സ്റ്റേബിൾ ആകുന്നു. അതുകൊണ്ടാണ് ഈ കോൺഫിഗറേഷൻ പ്രിഫർ ചെയ്യണത്. അതിന് 2 പ്രധാന കാരണമാണ്. ഡ്യൂ ടു സിമട്രി ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് എനർജി. സിമട്രി എന്ന വാക്കിൻ്റെ അർത്ഥം യൂണിഫോം എന്നാണ്. ഡ്യൂ ടു സിമട്രി എന്നാൽ ഇതെല്ലാം ഒരുപോലെയായി. 5 ഓർബിറ്റലിലും 2 എണ്ണം വെക്കുമ്പോൾ ആർക്കും പ്രശ്നമില്ല. അപ്പം ഒരുപോലെ കൊടുക്കുമ്പോൾ ഡ്യൂ ടു സിമട്രി ഒരുപോലെ ആകുമ്പോൾ ദേ ഹാവ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഡ്യൂ ടു റിലേറ്റീവ്ലി ലെസ് ഷീൽഡിങ്. എക്സ്ചേഞ്ച് എനർജി എന്നർത്ഥം ഒരുപോലെ ഉള്ളവർ തമ്മിൽ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം, അതും എനർജി കുറയ്ക്കും. അതുകൊണ്ടാണ് അതിന് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടുന്നത്. ഈ ഒരു കാര്യവും കൂടി ഒന്ന് ഓർത്തിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ഇച്ചിരി ലെങ്തി ആയ ഒരു ടോപ്പിക്കാണ് എടുത്തത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായി ബന്ധപ്പെട്ട 3 പ്രധാന നിയമങ്ങളും അതിൻ്റെ ഇമ്പാക്റ്റുമാണ്. പിന്നെ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും സ്പെഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും നന്നായിട്ട് പഠിക്കണം കേട്ടോ.